നമസ്കാരം. ശനി എന്ന് കേട്ടാൽ തന്നെ, ശനി എന്ന പേര് പറഞ്ഞാൽ തന്നെ ഒട്ടുമിക്കവർക്കും ഭയമാണ്. എന്നാൽ ഭയത്തിന്റെ പേരല്ല, നീതിയുടെ പേരാണ് ശനി. ശനി ആളുകൾക്ക് മോശം ഫലം മാത്രമല്ല, നല്ല ഫലങ്ങളും ശുഭകരമായ ഫലങ്ങളും നൽകുന്നതാണ്. എന്നാൽ രാശിചിഹ്നങ്ങളിൽ ശനിയുടെ സ്ഥാനം ശുഭകരമായ സ്വാധീനം ചെലുത്തുന്നതാകുന്നു. അത് ചില രാശിചിഹ്നങ്ങളിലാണ് എന്ന കാര്യം ഓർക്കുക. 2024 ഏപ്രിൽ 6 പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ശനി സഞ്ചരിച്ച് തുടങ്ങുന്നതാകുന്നു. ഒക്ടോബർ 3 വ്യാഴാഴ്ച വരെ ശനി പൂരുരുട്ടാതി നക്ഷത്രത്തിൽ തന്നെ തുടരും. അതിനുശേഷം ചതയം നക്ഷത്രത്തിലേക്ക് സംക്രമിക്കുകയും ചെയ്യും. എന്നാൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ശനിയുടെ സംക്രമണം ഓരോ രാശിക്കാരെയും ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശനി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർ പ്രത്യേകിച്ചും പൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ശനിയുടെ സംക്രമണം മേടം രാശിക്കാർക്ക് വളരെയേറെ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും. സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും സാമ്പത്തികപരമായ ഉയർച്ച നേടിയെടുക്കുവാനും സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. ഈ കാലയളവിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായി ആഗ്രഹിക്കുന്ന വീട്, സ്ഥലം അല്ലെങ്കിൽ ഫ്ലാറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ, ധനം കൈകളിലേക്ക് വന്നു ചേരുകയും അതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സ്ഥലം വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അതിനാൽ ഈ സമയം ഇത്തരം കാര്യങ്ങൾക്ക് ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയത്നിക്കുകയാണ് എങ്കിൽ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം നേട്ടങ്ങൾ, ലാഭം വർദ്ധിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം തിളങ്ങുവാൻ സാധിക്കുന്നതായ അവസരമാണ് വന്നു ചേരുക. ഉയർച്ച കർമ്മ മേഖലയിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. കൂടാതെ സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ അഥവാ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഠിനാധ്വാനത്തിലൂടെ ജോലി ലഭിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഇത്. അതിനാൽ തീർച്ചയായും ശ്രമങ്ങൾ ഈ സമയം നടത്തുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയത്ത് തീർപ്പാകാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നീട്ടിവച്ചിരുന്ന പല കാര്യങ്ങളും ഈ സമയം ചെയ്തു തീർക്കുവാനോ പൂർത്തീകരിക്കുവാനോ സാധിക്കും. അതിനാൽ വീണ്ടും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയവും കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ പൂർണ്ണമായ ഫലം ലഭിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ മേടം രാശിക്കാരായ വ്യക്തികൾ ഈ സമയം ശരിയായ രീതിയിൽ പ്രയത്നിക്കുക. തീർച്ചയായും പരമശിവനെ നിങ്ങൾ ആരാധിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശാസ്താവിനെ ഭജിക്കുക. ശനിദേവനെ ഭജിക്കുക. വെള്ളിയാഴ്ച ദിവസം ശംഖുപുഷ്പം പൂജാമുറിയിൽ അർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പരമശിവനെ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാർക്ക് ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ സമയമാണ് എന്ന് തന്നെ പറയാം. ശനിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അനുകൂലമായ കാര്യങ്ങളാണ് വന്നു ചേരുക. അത് പല കാര്യങ്ങളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ജോലിയിൽ പ്രതിഫലിക്കും എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നത് വാസ്തവമായ കാര്യമാണ്. വർഷങ്ങളായി തന്നെ ചില കാര്യങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്തിട്ടും
ലഭിക്കാത്തതായ ചില കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഈ സമയം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. സ്ഥാനക്കയറ്റം നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടി എത്തുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ സ്ഥാനം വർദ്ധിക്കും, അതായത് നിങ്ങൾക്ക് സ്ഥാനോന്നതി ലഭിക്കും എന്ന കാര്യം ഓർക്കുക. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകളും വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത്. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരമാണ് ഇത്. കരിയറുമായി ബന്ധപ്പെട്ട് വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പല രീതിയിലുള്ള അല്ലെങ്കിൽ പങ്കാളികൾക്കിടയിൽ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ, തർക്കങ്ങൾ എന്നിവ പരിഹരിക്കപ്പെടുവാൻ സാധിക്കുന്നതായ സമയമാണ്. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയിക്കും എന്ന് തന്നെ പറയാം. അവിവാഹിതർക്ക് വിവാഹം ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ അനുകൂലമായ ബന്ധം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വിവാഹ സംബന്ധമായി നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. തീർച്ചയായും പൊതുഫലപ്രകാരം ഇടവം രാശിക്കാർക്കും അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. നിങ്ങൾ ശനിദേവനെ ആരാധിക്കുകയും ശനിദേവനെ നിത്യവും ഭജിക്കുന്നതും ഏറ്റവും, കൂടാതെ ശനിദേവനെ ശനിയാഴ്ച ദിവസം ശംഖുപുഷ്പം അത് പൂജാമുറിയിൽ സങ്കല്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. കാക്കകൾക്ക് ആഹാരം നൽകുന്നതും പരമശിവനെയും ശാസ്താവിനെയും പ്രാർത്ഥിക്കുന്നതും ഭജിക്കുന്നതും ശനിയാഴ്ച ദിവസം ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. ശനി പ്രീതി വർദ്ധിക്കുക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെയധികം അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. വളരെ കാലമായി നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന പ്രത്യേകതയാണ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാവുക. കൂടാതെ ഈ സമയം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ, മനോവിഷമങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. പരിഹരിക്കപ്പെടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെ കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കടബാധ്യതകൾ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. പുതിയ അവസരങ്ങൾ ലഭിക്കും എന്ന കാര്യവും ഓർക്കുക. കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി ലഭിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം പങ്കാളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടോ ഭർത്താവുമായി ബന്ധപ്പെട്ടോ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ധനപരമായും അല്ലാതെയും അനുകൂലമാണ് സമയം. ശനിയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും, ഉയർച്ച വന്നു ചേരും എന്ന് തന്നെ പറയാം. നിങ്ങൾ തീർച്ചയായും പരമശിവനെ ആരാധിക്കുക. കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും ശനിയാഴ്ച ദിവസം ശംഖുപുഷ്പം പൂജാമുറിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശാസ്താവിൻ്റെയും അതേപോലെ പരമശിവന്റെയും ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശനി പ്രീതി ഇരട്ടിക്കുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനു രാശിക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. ശനിദേവന്റെ കടാക്ഷം ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാണ്. അതിനാൽ തന്നെ ചില അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരും എന്ന കാര്യം നിസ്സംശയം പറയാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നേടിയെടുക്കുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അന്വേഷിക്കുന്നവർക്ക്, അതായത് ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം. അതായത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം ശനി സംക്രമണത്തിന്റെ ഗുണം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുന്നതായ ഒരു അവസരം കൂടിയാണ് ഇത്.
ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. പുതിയ കരാറുകൾ ലഭിക്കുക, ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കുക, അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ നിരവധി കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. നിരവധി പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരം എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. മികച്ചതായ രീതിയിൽ ഏകോപനം ഉണ്ടാകുന്നതായ സമയം എന്ന് പറയാം. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മനസ്സ് സന്തുഷ്ടമായിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ശുഭകരമായ വാർത്തകളും നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ശുഭകരമായ വാർത്തകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഭാഗ്യം തുണയ്ക്കുന്ന ഈ സമയത്ത് വിജയങ്ങൾ നേടി മുന്നേറുവാൻ സാധിക്കും. എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും പരമശിവനെയും ശാസ്താവിനെയും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഉത്തമമാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. എല്ലാ ക്ഷേത്രങ്ങളിലും സാധിച്ചില്ല എങ്കിൽ പോലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. കൂടാതെ ഈ സമയം കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും ശനിയാഴ്ച ദിവസം ശംഖുപുഷ്പം പൂജാമുറിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാണ്. ശനിദേവന്റെ പ്രീതി ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വിജയങ്ങൾ നിങ്ങൾക്ക് പുറകെ വരും.